ഇന്ന് ഞാൻ കുറച്ച് കൂവ നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിളവെടുപ്പ് നടത്താനാണ് പോകുന്നത്. അപ്പോൾ നട്ടതൊക്കെ ഞാൻ മുന്നേ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൊട്ടയും കൊത്തിക്കിന് എടുത്തിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തോരുണ്ടെന്നൊന്നും അറിയില്ല. അവിടെ കാട് പിടിച്ചൊക്കെ എടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് വേണം നമുക്കത് എടുക്കണമെങ്കിൽ. കംപ്ലീറ്റ് കാടാണ് കട. ഇവിടെ കംപ്ലീറ്റ് പുല്ലും അതും ഇതൊക്കെ പിടിച്ച് കിടക്കണമെന്ന് വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് പറിക്കാം കേട്ടോ. അതിനെ ഒന്ന് വൃത്തിയാക്കട്ടെ. അപ്പോൾ അതേ നമ്മളിവിടെ നമ്മുടെ കൂവ പറിക്കാൻ പോവുകയാണ്. കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി പറിച്ചുകൊണ്ട് പോകുമ്പോൾ റെഡിയാവും. അപ്പോൾ ഈ കൂവ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അന്യനായി പോയിക്കൊണ്ടിരിക്കുന്നതാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ സമയം കിട്ടുന്ന ആൾക്കാർ ഓരോ കട വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് അന്യായപ്പെട്ട് പോകാണ്ട് കിട്ടും കേട്ടോ. നോക്കാം, നമുക്കൊന്ന് പറിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഓ പൊട്ടി നോക്കട്ടെ. ആദ്യം തന്നെ കിട്ടിയത് പൊട്ടിപ്പോയിട്ടുണ്ട്. നോക്കട്ടെ. ഇത് നമ്മുടെ ആദ്യത്തെ കടയിൽ നിന്ന് കിട്ടിയ കിഴങ്ങണി കാണുന്നത്. ഓക്കെ, ഇത് പൂഴിമണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ മണ്ണിൽ നന്നായിട്ട് ഇളക്കണ്ടെന്നുള്ള സ്ഥലങ്ങളാണ് ഇതിനേക്കാളും മണ്ണം വെച്ച് വരും എനിക്ക് കിട്ടാറുണ്ടത്. പക്ഷേ ഇവിടെ മണ്ണ് ഭയങ്കര ടൈറ്റായിട്ടൊക്കെ എടുക്കണം. അതിൻ്റെ പേരിലാണ് കേട്ടോ. പറിച്ച് നോക്കാം നമുക്ക്. ഇവിടെ കുറേ പൊട്ടിപ്പോയിട്ടുണ്ട്. പൊട്ടാതിരിക്കണമെങ്കിൽ കുറച്ച് സമയം വേണം, അല്ലെങ്കിൽ മണ്ണിന് നല്ല ഇളക്കം വേണം. മണ്ണ് നല്ല ടൈറ്റ് അതിൻ്റെ പേരിൽ സാവകാശം ഞാൻ പറിച്ചെടുക്കണം കേട്ടോ. കൂവയുടെ പൗഡർ നമുക്ക് കിട്ടും. പണ്ടത്തെ കാലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാർ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്മൂമ്മമാർ അതിനെ റെഡിയാക്കി കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഇതിൻ്റെ പൗഡർ എടുത്തിട്ട് കുറുക്കിയാണ് കൊച്ചുങ്ങൾക്ക് കൊടുക്കാറ് പതിവ്. പിന്നെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചും കഴിഞ്ഞിട്ട് ആ പൊടി കൊടുക്കലായി ഇടാം. ഇപ്പം അതുമില്ല എന്ന് തോന്നണേ. ഇതൊക്കെ ഇതിൻ്റെ വേരോട് കൂടി ഞാൻ എടുക്കുന്നതാണ്. വേണ്ട കട ഇതാക്കിയിട്ട് എടുക്കുന്നതാണ്. ഇതാ വേണ്ട. പിന്നെ ഈ വിത്തുകൾ എത്ര ആഴത്തിൽ പോയിന്ന് നോക്കി. നമ്മൾ മേലേന്ന് കൊത്തിയെടുത്ത് കൊത്തുമ്പോൾ കംപ്ലീറ്റ് വിത്തുകൾ പൊട്ടിപ്പോവുക ചെയ്യണം. ഇത്രയ്ക്ക് ആഴം വരുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. വേണ്ട ഇനിയും പോയിട്ടുണ്ട്. ഇതിൻ്റെ അറ്റം കാണാനില്ല. ഈ കൂവ എന്ന് പറയുന്നതൊക്കെ നമ്മൾ പണ്ടത്തെ കാലത്ത് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഇപ്പം ആരും കൃഷി ചെയ്യണില്ലേ. അപ്പം അതിൻ്റെ പേരിൽ ഇല്ല. അതിൻ്റെ ടേസ്റ്റും കൊച്ചുങ്ങൾക്ക് മനസ്സിലാവണില്ല എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കിട്ടുന്ന ആൾക്കാർ, പറ്റുന്ന ആൾക്കാരൊക്കെ ഓരോന്ന് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് ഇല്ലാതായി പോവില്ല. അപ്പം ഇല്ലാതെ ആയതുകൊണ്ടാണ് നിൽക്കണത്. അപ്പം ഞാനിപ്പോൾ ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പണ്ടത്തെ ഓരോ സാധനങ്ങളും നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ നോക്കും. എവിടെ നിന്ന് ഇല്ലെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ പോയിട്ട്. ഇത് പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് പൗഡറാക്കാൻ പറ്റും. പക്ഷെ അത് ബുദ്ധിമുട്ടുണ്ട്. അത് മെനക്കെടാൻ തയ്യാറുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇത് നടുന്ന രീതി, ഇതൊക്കെ നട്ടിട്ടുള്ളത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഒരു കൊല്ലം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നട്ട രീതിയൊക്കെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നടണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനെ ഇതൊന്നുമില്ല. നമ്മുടെ മധുരം ചെയ്യുമ്പോഴൊക്കെ നടന്ന രീതി തന്നെയാണ് നമ്മൾ നടന്നത്. മണ്ണളക്ക് ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. മണ്ണളക്ക് ഇല്ലാത്ത ഭൂമികളാണെന്നുണ്ടെങ്കിൽ നമ്മളിത് നടുമ്പോൾ തന്നെ കുറേ കരിയിലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടണം. മണ്ണളക്കം വരുന്ന കണ്ടീഷൻ വരണമെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കേട്ടോ, കിഴങ്ങാണ് ഈ കാണുന്നത് അല്ലേ, കൂവക്കിഴങ്ങ് ഈ കാണുന്നത്. കൂവകളുണ്ട്. ഇപ്പോൾ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല കിഴങ്ങൊക്കെ നല്ല വലുപ്പത്തിൽ തന്നെ കിഴങ്ങുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ളത് ഒന്ന് കഴുകണം. അങ്ങനത്തെയാണ് ഞാൻ നടാനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ആ ചെളികളൊക്കെ ഉണ്ട് പോയി കഴിഞ്ഞാൽ നല്ലതാണെന്നറിയത്. അപ്പം നമ്മുടെ കൂവ പറിക്കലൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് കൂവൊന്ന് നടാട്ടാം. ഇന്ന് കൂവ നടാന്നുള്ള തീരുമാനമാണ്. അപ്പോൾ അതെ, കൂവ നടാനായിട്ട് നമ്മൾ വിത്തും അതിൻ്റെ കടയമക്കോടുള്ള വിത്തും ഒക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്.
അതുകൂടി നടാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൽ എവിടെയാണ് നടാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. ആ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതേമാതിരി വാരം കോരുക കേട്ടോ. നമ്മുടെ കപ്പയ്ക്കൊക്കെ നടുന്ന മാതിരിയുള്ള കണ്ടീഷനിൽ കുറച്ച് വാരം കോരുക. അപ്പോൾ ഇതിന് കുറച്ച് കനം കുറവാണ്. ഇപ്പം നമ്മൾ വെറുതെ ചാരം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മുളയൊക്കെ പൊന്തിന് ശേഷം നമുക്ക് മണ്ണും ചാണകം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നമുക്ക് ഇതിനെ തറപ്പൊക്കണം കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണ് ഞാൻ നടാറ്. പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന നിങ്ങൾക്ക് കിഴങ്ങ് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇത് മണ്ണ് കുറച്ച് ടൈറ്റാണ്. അപ്പോൾ ടൈറ്റായതിൻ്റെ പേരിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കിഴങ്ങിന് വളർച്ച കുറവൊക്കെ കാണാം. എന്നിരുന്നാലും എനിക്ക് നന്നായിട്ട് കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. നല്ല വലുപ്പത്തിൽ തന്നെ കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. സാധാരണ കൂവ കിട്ടുന്നതിനേക്കാളൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി മണ്ണിന് ഇളക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഈ കിഴങ്ങ് നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ കൂവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഏറ്റവും നല്ല നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഇതാണ് കൂവ. പൊടിയായിട്ട് കഴിച്ചാലും ശരി, അല്ലെങ്കിൽ കൂവ കിഴങ്ങ് വെറുതെ ഇപ്പോൾ പുഴുങ്ങി ഉപ്പിട്ട് കുറച്ചൊന്ന് പുഴുങ്ങി കഴിച്ചാലും അത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു കെമിക്കലോ മറ്റുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഒരു സാധനങ്ങളോ ഇല്ല. പിന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. പിന്നെ ഈ കിഴങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ള കിഴങ്ങ് വർഗ്ഗത്തിനൊക്കെ അത്ര ടേസ്റ്റ് നമുക്ക് തോന്നിക്കില്ല. ആദ്യമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അത്ര ടേസ്റ്റ് തോന്നിക്കില്ല. ചാരം ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ചാരം ഇതിന് വളത്തിൻ്റെ ഒന്നും വളരെ കുറവ് മതി. വളം നമുക്കൊരു ചാണപ്പൊടി തുണി ഇടാനുള്ളതാണ്. അപ്പോൾ ചെറുതായിട്ടൊരു ചാരം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുഴിച്ചതിൽ കുറച്ച് ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂവ നടാം കേട്ടോ. ഈ കൂവ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു മെയ് മാസം ലാസ്റ്റോട് കൂടിയിട്ട് ഇത് ഒരു വേനൽ മഴ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം മുളപ്പൊക്കെ വരും. നനച്ച് കൊടുത്താൽ അതിന് മുന്നേ വരും. അപ്പോൾ ആ മുള വന്നതിന് ശേഷം പുല്ലുകളൊക്കെ കളഞ്ഞും കാഞ്ഞിട്ട് ഒന്നും കൂടി കുറച്ച് ചാണപ്പൊടി ഇട്ടും കാഞ്ഞിട്ട് മണ്ണൊന്നും കൂടി ഇട്ട് മൂടി കൊടുക്കുക. പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതെ കൂവ നമുക്ക് ഈ വിത്തായിട്ടും നടാം. അതേമാതിരി ഇതിൻ്റെ തണ്ടിൽ എടുത്തിട്ടുള്ളത് ഈ ഇതായിട്ടുള്ളത് ഇങ്ങനത്തെ നടാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് നടാം. കാണിച്ചു തരാം കേട്ടോ. ഇതേ ഇതിൻ്റെ ഉള്ളിലാണ്ട് വയ്ക്കുക വേണ്ട. ഇതിന് മണ്ണിട്ടാണ്ട് ഇടാം. ഈ വിത്ത് നടാണെന്നുണ്ടെങ്കിൽ അതേമാതിരി തന്നെ ഇതിങ്ങനെ വെച്ചാൽ മതി. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. കൂവ നടാന്ന് വെച്ചാൽ നന്നായിട്ടുണ്ടാവും കൂവ. നമ്മുടെ കൂവ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ നമുക്ക് ചെറുതായിട്ടൊരു കരിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മൊത്തം ഇതിൻ്റെ മേലെ കൂടെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂവ നട്ട് കഴിഞ്ഞു, കരിയില ഇട്ടും കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പോൾ ഈ കരിയില ഇട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിനൊന്ന് ചൂട് വലിയ കാര്യമായിട്ട് ഏൽക്കില്ല. എന്നാൽ ചൂടേറ്റാലും കൂവനെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല, അത് മുളയ്ക്കും. എന്നിരുന്നാലും ഞാനിത് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരു നമ്മുടെ വേനൽ മഴ വരുമ്പോൾ ഇത് അതോടുകൂടി അമരും ചെയ്യും. പിന്നെ അപ്പോൾ നമുക്ക് പുല്ല് വരുന്നതൊന്ന് പറിച്ച് കളയും ചെയ്യാം. ഒന്നും കൂടി കുറച്ച് ചാണപ്പൊടി ഇട്ടുങ്ങാഞ്ഞിട്ട് ഈ മണ്ണ് കയറ്റിയിടുമ്പോൾ ഇത് അതിന് വളമായിട്ട് മാറും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൂവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൂവ കിട്ടും. ഞാനിപ്പോൾ ഇത്ര മണ്ണ് ടൈറ്റുള്ള മണ്ണിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഇത്ര നല്ല കൂവ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടി ഇളക്കുള്ള മണ്ണൊക്കെ ഒന്നും കൂടി നല്ല ഇതിൽ തന്നെ കിട്ടും ചെയ്യട്ടോ. നമുക്ക് നല്ല ആദായമാണ്. ഇപ്പോൾ പണ്ട് ഇതിന് നമുക്ക് ആരും കൃഷി ചെയ്യുന്നില്ല. ഇത് മുന്നൊക്കെ ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോൾ ആരും കൃഷി ചെയ്യാണ്ടായി. അപ്പോൾ നമ്മൾക്ക് പറ്റുന്നതൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് റെഡിയാക്കി ഇടാം. അപ്പോൾ വേണ്ട നമ്മുടെ വരും തലമുറകൾക്ക് തന്നെ ഇങ്ങനത്തെ കൂവയും മധുരം ചേമ്പും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണെന്നുള്ളതൊക്കെ അവർക്കും കൂടി മനസ്സിലാവുമല്ലോ.
പിന്നെ ഇതിപ്പോൾ ഞാൻ പുഴുങ്ങി കഴിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് പിന്നെ നമുക്ക് പൗഡറാക്കി എടുക്കുകയും ചെയ്യാം. നല്ല പൗഡറാക്കി എടുത്തു കഴിഞ്ഞാലും നല്ല നമ്മുടെ ശരീരത്തിന് നമുക്ക് എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഒന്ന് വെള്ളം തിളപ്പിച്ച് കുടിക്കാനോ ഒന്ന് വേറെ എന്തെങ്കിലും എങ്ങനെ കഴിക്കാനാണെങ്കിലും അത് നല്ലതാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുവ്വ നമുക്ക് കഴിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ദോഷമില്ല. നമ്മുടെ ശരീരത്തിന് എനർജി കൂടുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ ഇതിനാണെങ്കിൽ കൂടുതൽ ചിലവുമില്ല. ഈ കുവയ്ക്ക് ഒരു കേടുപാടുകൾ അങ്ങനെ ഒരു സംഭവം സംഭവിക്കില്ല. നമ്മൾ അങ്ങനെ 2 പ്രാവശ്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടും ചെയ്യും കേട്ടോ. കുവ്വ നടൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്കും താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഓരോന്ന് നട്ട്, പിന്നെ നമ്മൾ എന്ത് കൃഷി ചെയ്യുമ്പോഴും പറയും ചിലപ്പോൾ 2 സെൻറ്റ് 1 സെൻറ്റ് 5 സെൻറ്റ് എന്നൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഗ്രോ ബാഗിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്താലും ശരി നമ്മൾ ഓരോ കടങ്ങിൽ നമുക്ക് വെച്ച് ഇങ്ങനത്തെയൊക്കെ പിടിപ്പിക്കാൻ പറ്റിയാൽ നല്ലതാണെന്ന് മാത്രമേ ഞാൻ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ.